പെരിയ പുരാണത്തിലെ അടുത്ത ഒരു സംഭവം വിവരിക്കുന്നത് തിരുനീലകണ്ഠ നയനാരുടെ ജീവിതത്തെക്കുറിച്ചിട്ടാണ്. തിരുനീലകണ്ഠ നയനാർ ശിവയോഗികളിൽ വച്ച് വളരെ പ്രധാനിയാണ്. ശിവഭക്തന്മാരുടെ ശിവഭക്തനാണ് തിരുനീലകണ്ഠ നയനാർ. അപ്പോൾ ശിവഭക്തി കൊണ്ട് മാത്രം ശിവലോകത്തിലേക്ക് എത്തിച്ചേരാൻ തിരുനീലകണ്ഠനും ഭാര്യയ്ക്കും കഴിഞ്ഞു. ആ കഥയാണ് ഇവിടെ വിവരിക്കുന്നത്. തിരുത്തൊണ്ടത്തൊകയിൽ സുന്ദരമൂർത്തി നായനാർ ഈ തിരുനീലകണ്ഠ നായനാരെ സ്തുതിച്ചുകൊണ്ട് പാടിയിരുന്ന പാട്ടിലെ ആ 2 വരികൾ ഇതാണ്: നാനാ സൽഗുണയുക്തനാകിയ കുലാലനാം ശ്രീ നീലകണ്ഠ ഭക്തപ്രവരന് അടിമ ഞാൻ. നാനാ ഗുണഗണങ്ങൾ സൽഗുണങ്ങൾ നിറഞ്ഞ കുലാലനായ കുശവനായ ശ്രീ നീലകണ്ഠ തിരുമേനിയുടെ അടിമയാണ് ഞാൻ എന്നാണ് സുന്ദരമൂർത്തി സ്വാമികൾ പറയുന്നത്. അപ്പോൾ സുന്ദരമൂർത്തി സ്വാമികൾക്ക് പോലും മഹാതേജസ്വിയായ ശിവഭക്തനായ തിരുനീലകണ്ഠനെ സാക്ഷാൽ നീലകണ്ഠനെ പോലെ തന്നെ സ്തുതിക്കുന്ന കാഴ്ചയാണ് ഈ വരികളിൽ നാം കാണുന്നത്. ഇത് സംഭവിക്കുന്നത് തില്ലയിലാണ്, അതായത് ചിദംബരം എന്ന ദേശത്ത് കുലാല വംശത്തിൽ കുശവ വംശത്തിൽ പിറന്ന ഒരു സാധാരണക്കാരനായൊരു വ്യക്തിയാണ് നീലകണ്ഠൻ. അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്നായിരുന്നില്ല പേര്, പിന്നീടാണ് നീലകണ്ഠൻ എന്ന പേര് വരാൻ കാരണം. ഇദ്ദേഹം വളരെ കുട്ടിക്കാലം മുതലേ തന്നെ ശിവഭക്തനായിരുന്നു. വിവാഹം കഴിച്ച ഭാര്യയും ശിവഭക്തയാണ്. 2 പേരും ശിവനെ നീലകണ്ഠൻ എന്ന തിരുനീലകണ്ഠം എന്ന ആ ദിവ്യനാമം ചൊല്ലിക്കൊണ്ടാണ് എപ്പോഴും ആരാധിച്ചിരുന്നത്. അതായത് ശിവൻ ഹാലാഹല വിഷം കുടിച്ചത് തൊണ്ടയിൽ തങ്ങിയാണ് നീലകണ്ഠമായി മാറിയത്, ശിവൻ്റെ നീലകണ്ഠമായി മാറിയത്. അപ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ വിഷത്തെ പാനം ചെയ്തത്. അങ്ങനെയുള്ള വിഷപാനം ചെയ്തതുകൊണ്ടാണ് ശിവഭഗവാന്റെ കണ്ഠം നീല നിറമായി മാറിയത്. അപ്പോൾ തിരുനീലകണ്ഠം എന്നുള്ള ആ ദിവ്യമായ മന്ത്രം നിരന്തരം ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുലാലനെ ആൾക്കാർ നീലകണ്ഠൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നീലകണ്ഠനും ഭാര്യയും യൗവനയുക്തയായ ഭാര്യയും വളരെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അതീവ സുന്ദരിയായിരുന്നു നീലകണ്ഠൻ്റെ പത്നി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രി വീട്ടിലേക്ക് നീലകണ്ഠൻ മടങ്ങുന്ന വഴി ഭയങ്കരമായ മഴ വന്നു. ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീലകണ്ഠൻ അടുത്ത ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. ആ വീട് ഒരു ഗണികയുടെ വീടായിരുന്നു. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ നല്ലവളായ സ്ത്രീ, വേശ്യയാണെങ്കിലും വളരെ ധാർമ്മികമായ ജീവിതം നയിക്കുന്നവളായതുകൊണ്ട് അവൾ ഇദ്ദേഹത്തിനെ വേണ്ട പോലെ ഉപചരിച്ചിട്ട് വസ്ത്രം, നനഞ്ഞ വസ്ത്രം മാറ്റാൻ വേണ്ടി ഒരു പുതിയ വസ്ത്രം, അവളുടെ തന്നെ അലക്കി തേച്ച ഒരു വസ്ത്രം എടുത്തു കൊടുത്തു. ആ വസ്ത്രവും ഉടുത്തുകൊണ്ടാണ് മഴ മാറിയപ്പോൾ ഈ കുലാലൻ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഭാര്യയുടെ അടുത്ത് ചെന്ന ഈ ഭർത്താവിനെ കണ്ട് പത്നി സംശയത്തോടെയാണ് നോക്കിയത്. കാരണം അദ്ദേഹത്തിൻ്റെ വസ്ത്രം വേറെയാണ്, മാത്രമല്ല അതിൽ കുങ്കുമരാഗത്തിൻ്റെ നിറം പറ്റിയിട്ടുമുണ്ട്. ഭാര്യ
ഈ കുലാലിനെ തെറ്റിദ്ധരിക്കുകയാണ്, തൻ്റെ യുവാവായ ഭർത്താവിനെ തെറ്റിദ്ധരിക്കുകയാണ്. അയാൾ ഏതോ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ വരുന്നത്, തിരിച്ചു വരുന്നത് എന്ന് കരുതി അവൾ കോപാകുലയായി തീർന്നു. ഒരു ദിവസം ഭാര്യയെ സ്പർശിക്കാൻ പോയ ആ കുലാലൻ്റെ നേരെ അവൾ കയർത്തു. എന്നിട്ട് ശപഥം ചെയ്തു, തിരുനീലകണ്ഠനാണ്, ഇനി നിങ്ങളെ ഞാൻ സ്പർശിക്കുകയില്ല. ആ സമയം ഈ കുലാലനും ശപഥം ചെയ്യണം, ഇനി മുതൽ ഞാൻ ഭാര്യയെ സ്പർശിക്കുകയില്ല. അങ്ങനെ രണ്ടുപേരും പരസ്പരം അകന്നു. അങ്ങനെ ആ കുടുംബ ജീവിതം താറുമാറായി. അതിൻ്റെ ഐക്യം നഷ്ടപ്പെട്ടു. പക്ഷേ പുറമേയുള്ളവർക്ക് അവർ മാതൃകാ ദമ്പതികളെ പോലെ തോന്നിക്കത്തക്ക വിധത്തിൽ ജീവിക്കുകയും ചെയ്തു. വർഷങ്ങൾ പലത് കടന്നുപോയി. പക്ഷേ ഭാര്യയുടെ ശബ്ദമോ ഭർത്താവിൻ്റെ ചിന്തയോ മാറിയില്ല. അവർ രണ്ടുപേരും പരസ്പരം മിണ്ടാതെ ഇടപെടാതെ ജീവിക്കുകയും ചെയ്തു. അങ്ങനെ വാർദ്ധക്യവും വന്നു ചേർന്നു. ആ വൃദ്ധനായ കുലാലൻ്റെ അടുത്തേക്ക്, വീട്ടിലേക്ക് ഒരു ദിവസം ഒരു ശിവയോഗി കടന്നു വന്നു. അയാൾ ശരീരം നിറയെ ഭസ്മം പൂശിയിരുന്നു. അതേപോലെ കണ്ട മാത്രമേ തന്നെ ശിവയോഗിയാണെന്ന് മനസ്സിലാക്കിയ കുലാലൻ ആ ശിവയോഗിയെ വേണ്ട പോലെ സ്വീകരിച്ച് വീട്ടിനുള്ളിൽ സൽക്കരിച്ചു. അപ്പോൾ യോഗി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഈ കമണ്ടലുമുണ്ട്. ഒരു കമണ്ടലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ കമണ്ടലും നീ സൂക്ഷിച്ചു വയ്ക്കുക. ഞാൻ അയൽപ്രദേശത്തേക്ക് പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ നീ ഈ കമണ്ടലും എനിക്ക് തരണം. അതുവരെ നീ സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കുക. നിന്നെ കണ്ടിട്ട് നീയും ശിവഭക്തനാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ വിശ്വസിച്ച് ഈ വളരെ വിലപിടിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയേറെ ദിവ്യമായ ഈ കമണ്ടലും നിൻ്റെ കയ്യിൽ ഞാൻ തരികയാണ്. നീ സൂക്ഷിച്ചു വയ്ക്കുക. അങ്ങനെ കുലാലൻ അതേറ്റു. ഇനി മുതൽ ഞാൻ ഈ ഭിക്ഷാപാത്രം അങ്ങ് വരുന്നത് വരെ സൂക്ഷിച്ചു വയ്ക്കാം. അങ്ങനെ ദിവസങ്ങൾ പലത് കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ ശിവയോഗി തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഈ കമണ്ടലു, ഭിക്ഷാപാത്രം എവിടെ, അതെടുത്ത് തരൂ എന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ കുലാലൻ വീട്ടിൽ പല സ്ഥലങ്ങളിലും തിരഞ്ഞു നോക്കിയിട്ടും അവിടെയൊന്നും ഈ കമണ്ടലു കാണാൻ കഴിഞ്ഞില്ല. എവിടെയോ അത് അപ്രത്യക്ഷമായി. അവസാനം വളരെ മനസ്താപത്തോടുകൂടി ദുഃഖത്തോടെ ആ കുലാലൻ പറഞ്ഞു, ഞാൻ ഒരുപാട് പല ഭാഗത്തും തപ്പി നോക്കി, എനിക്ക് ആ ഭിക്ഷാപാത്രം കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ക്ഷമിക്കുക. അതുപോലെയുള്ളൊരു ഭിക്ഷാപാത്രം മണ്ണുകൊണ്ടുള്ളതാണായിരുന്നു. ആ മണ്ണുകൊണ്ടുള്ള ഭിക്ഷാപാത്രം ഞാനുണ്ടാക്കി അങ്ങയ്ക്ക് തരാം, അത് അങ്ങ് സ്വീകരിക്കണം. പക്ഷേ ഈ യോഗി അത് സമ്മതിച്ചില്ല. നീ നുണ പറയുകയാണ്. ഇത് കേട്ട് കുപിതനായ മുനി, നോക്കുക ആ ഭാഗം, ഈ ദുഷ്ടനായ കുംഭാരൻ്റെ ധിക്കാരം നോക്കണേ. എല്ലാ ഇഷ്ടത്തെയും സാധിപ്പിക്കുന്ന എൻ്റെ പാത്രത്തെ അപഹരിച്ചിട്ട് പകരം മൺപാത്രം തരാമെന്ന് പറയുന്നു. പശുവിൻ്റെ മുഖത്തോട് കൂടിയ കടുവയാണ് താങ്കൾ. ഭസ്മവും രുദ്രാക്ഷവുമൊക്കെ കണ്ടപ്പോൾ ഭക്തനാണെന്ന് ഞാൻ കരുതി. ഞാൻ വഞ്ചിതനായി തീർന്നു. കറവപ്പശുവിനെ അപഹരിച്ച് പകരം കഴുതയെ ഞാൻ വാങ്ങിയിരിക്കുന്നു. ഭസ്മരുദ്രാക്ഷങ്ങൾ അണിഞ്ഞ് പാവത്താനെ പോലെ നടിച്ച് മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുക്കുകയാണ് നീ ചെയ്തത്. ബ്രാഹ്മണൻ്റെ സ്വത്ത് അപഹരിക്കുന്നവന് 7 തലമുറ മഹാപാപം കിട്ടും. ഇതൊക്കെ കേട്ടിട്ട് ഈ ദുഷ്ടവാക്കുകൾ കേട്ട് കൂപ്പുകൈയോടെ നമസ്കരിച്ച് നീലകണ്ഠൻ പറഞ്ഞു, ഞാൻ സത്യമായും പാത്രം അപഹരിച്ചിട്ടില്ല. മുനി നീലകണ്ഠനോട് പറഞ്ഞു, നിൻ്റെ വാക്കിൽ എനിക്ക് വിശ്വാസമില്ല. നീ പറയുന്നത് സത്യമാണെങ്കിൽ ശിവഗംഗാ തീർത്ഥക്കുളത്തിൽ മുങ്ങി നിൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുക, എന്നാൽ ഞാൻ വിശ്വസിക്കാം. അപ്പോൾ കുലാലൻ പറഞ്ഞു, എനിക്ക്
കുഞ്ഞുങ്ങളില്ല, അതുകൊണ്ട് അത് നിവർത്തില്ല. അപ്പോൾ മുനി പറഞ്ഞു, യോഗി പറഞ്ഞു, എന്നാൽ നീ നിൻ്റെ ഭാര്യയുമായി ചേർന്നുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി സത്യം ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് കുലാലൻ വിഷമിക്കുന്നത്. തൻ്റെ ഭാര്യയുമായിട്ട് ഒരു തരത്തിൽ സ്പർശിക്കുക പോലും ചെയ്യില്ല എന്ന് പറഞ്ഞ് പിണങ്ങി ഇത്രയും കാലം ജീവിച്ച സത്യം ചെയ്ത ആളാണ്. അതെങ്ങനെ ആ സത്യലംഘനം നടത്തും? അവസാനം സാധ്യമല്ല എന്ന് കുലാലൻ പറഞ്ഞപ്പോൾ ഈ ശിവയോഗി, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട 3000 ബ്രാഹ്മണർ എന്ന് പറഞ്ഞ 3000 ആ ബ്രാഹ്മണ സഭയിൽ ചെന്ന് പരാതിപ്പെട്ടു. അങ്ങനെ ബ്രാഹ്മണ സഭ കൂടി ആ 3000 തീരുമാനമുണ്ടായി. അതിലെ സഭാ നേതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഒരു മുളന്തണ്ട് എടുത്തിട്ട് ആ മുളന്തണ്ടിൻ്റെ 2 വശത്തും ഭാര്യയും ഭർത്താവും പിടിക്കുക, എന്നിട്ട് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് നിവർന്ന് സത്യം ചെയ്യുക. ഈ കാര്യം രണ്ടുപേരും അംഗീകരിച്ചു. ജനങ്ങളും ഈ സത്യപരീക്ഷ കാണാൻ വേണ്ടി കൂടിയിരുന്ന ജനങ്ങളുമെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അതായത് ഇവർ രണ്ടും, വൃദ്ധ ദമ്പതികൾ രണ്ടും യൗവനയുക്തരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതീവ സുന്ദരിയായ ഭാര്യയും അതേപോലെ സുന്ദരനും ദൃഢഗാത്രനും യുവാവുമായ ആ നീലകണ്ഠനും ഒരുമിച്ച് ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന് സത്യം ചെയ്യുന്നു. ഈ സമയം യോഗി അപ്രത്യക്ഷനായി. ആകാശത്ത് നിന്ന് ദേവതകൾ പുഷ്പവൃഷ്ടി ചെയ്തു. അപ്പോൾ ജനങ്ങളെല്ലാം ആകാശത്തേക്ക് നോക്കിയപ്പോൾ വൃഷഭാരൂഢനായ ഭഗവാൻ ശിവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഇവരെ രണ്ടുപേരെയും ശിവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇതാണ് തിരുനീലകണ്ഠ നയനാരുടെ ജീവചരിത്രം. പക്ഷേ ഇതിലൂടെ ചേക്കിഴാർ പറയാത്ത ചില കഥകളുണ്ട്. എങ്ങനെയാണ് സുഖസമർത്ഥമായ അങ്ങേറ്റം ധന്യമായ കുടുംബജീവിതം സംശയത്തിൻ്റെ നിഴലിൽ തകർന്നു പോയത് എന്ന് നാം കാണുന്നു. പക്ഷേ ആ തകർച്ചയെ ഒരനുഗ്രഹമാക്കി മാറ്റുകയാണ് ഭാര്യയും ഭർത്താവും ചെയ്യുന്നത്. ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ, നിരന്തര തിരുനീലകണ്ഠ ഭജനത്തിലൂടെ അവർ കൂടുതൽ ഭഗവാനുമായിട്ടടുക്കുന്നു. അങ്ങനെ ഭഗവാനുമായിട്ടടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ശിവനുമായിട്ട് വ്യക്തിപരമായ ബന്ധം പോലും സ്ഥാപിക്കാൻ കഴിയുന്നു. ഇത് പല രഹസ്യങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്ന് വയ്ക്കുന്നുണ്ട്. അതായത് ശരീരം ശിവൻ്റെ കോവിലാണ്. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. നാം തിരുമൂലരുടെ തിരുമന്ത്രം പഠിച്ചപ്പോൾ കണ്ടതാണ്. ശരീരം എന്നുള്ളത് ശിവൻ്റെ ആലയമാണ് എന്ന് നാം കാണുന്നു. അവിടെ നിന്ന് എല്ലാ സിദ്ധികളും കൈവരിക്കാൻ കഴിയും. അങ്ങനെയുള്ള ആ ശിവൻ്റെ ആലയമായ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹം ചെയ്ത് എങ്ങനെ സായുജ്യ പദവിയിലേക്ക്, ശിവലോകത്തിലേക്ക് എത്തിച്ചേരാമെന്ന് ഇവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് ഈ കഥയുടെ പൊരുൾ. അതായത് ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ ഇന്ദ്രിയങ്ങളുടെ അധിപന്മാരായി തീർന്നുകൊണ്ട് അങ്ങേയറ്റം ശിവഭക്തിയിലൂടെ തന്നെ ശിവലോകത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് ഈ സംഭവം നമ്മളോട് വാചാലമായി പറയുന്നു. ഇതാണ് തിരുനീലകണ്ഠ നയനാരുടെ കഥയുടെ പൊരുൾ. ഓം ശിവായ നമഃ.